നമസ്കാരം. ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ എപ്പോഴും ഒരു പിച്ചച്ചട്ടിയുമായി നിൽക്കുന്ന പാകിസ്ഥാന്റെ ഗതികേട് ഒരിക്കൽ കൂടി വെളിപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി സൗദി അറേബ്യ കൂട്ടുപിടിച്ച് നെറ്റോ മോഡൽ പ്രതിരോധ സഖ്യം ഉണ്ടാക്കാമെന്ന് മോഹിച്ച പാകിസ്ഥാൻ ഇപ്പോൾ സ്വന്തം വയറ്റത്ത് അടിയേറ്റിരിക്കുന്നു. പാകിസ്ഥാൻ സ്വപ്നം കണ്ടിരുന്ന കോടികളുടെ ആയുധ കച്ചവടത്തിന് സൗദി അറേബ്യ തന്നെ വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ അവസ്ഥ എപ്പോഴും പിച്ചച്ചട്ടിയിൽ അക്ഷയപാത്രം തിരയുന്നത് പോലെയാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പില്ലാത്ത രാജ്യം അറബ് രാജ്യങ്ങൾ തരുന്ന ഔദാര്യത്തിലാണ് ശ്വാസം കഴിക്കുന്നത്. അടുത്തിടെ UAE കൊടുക്കാനുള്ള കടം വീട്ടാൻ പോലും സൗദി നൽകിയ $500 കോടി പാകിസ്ഥാൻ ഉപയോഗിച്ചത്. ഇങ്ങനെ സ്വന്തം വീട്ടുചെലവിന് പോലും സൗദിയുടെ തിണ്ണ നിറങ്ങുന്ന പാകിസ്ഥാൻ സൗദിയുടെ വാക്കിന് മറുവാക്ക് പറയാൻ ധൈര്യപ്പെടില്ല എന്ന് ആർക്കും അറിയാം. ഈ ബലഹീനത തന്നെയാണ് ഇപ്പോൾ അവർക്ക് വിനയായത്. എന്നാൽ സുഡാനുമായി 150 കോടിയുടെ ആയുധ കച്ചവടം നടത്തി 4 കാശുണ്ടാക്കാമെന്ന് കരുതിയ പാകിസ്ഥാന്റെ മോഹങ്ങൾക്കും സൗദി അറേബ്യ തടയിട്ടു. സുഡാന് ആയുധം കൊടുക്കരുത് എന്ന ഒറ്റവാചകത്തിൽ പാകിസ്ഥാന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സൗദി ഈ തീരുമാനമെടുത്തതെങ്കിലും പാകിസ്ഥാൻ ഇതൊരു വലിയ നാണക്കേടായി. ആയുധങ്ങൾ കയറ്റി അയക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയ ശേഷം യജമാന്റെ ആജ്ഞ വന്നതോടെ വാലും ചുരുട്ടി മിണ്ടാതിരിക്കാനേ ഇസ്ലാമാബാദിലെ ഭരണാധികാരികൾക്ക് സാധിച്ചുള്ളൂ. ലിബിയയിലും കിട്ടി 8ന്റെ പണി. സുഡാൻ പോയാലും ലിബിയ ഉണ്ടല്ലോ എന്ന് കരുതിയ പാകിസ്ഥാന് അവിടെയും തിരിച്ചടിയാണ് ലഭിച്ചത്. ലിബിയൻ സൈന്യവുമായി $400 കോടി കരാറാണ് പാകിസ്ഥാൻ ഒപ്പിട്ടിരുന്നത്. എന്നാൽ ലിബിയയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സൗദി തങ്ങളുടെ നിലപാട് മാറ്റിയതോടെ ഈ കരാറും മരവിപ്പിക്കേണ്ടി വരും. അതായത് ലോക വിപണിയിൽ ആയുധം വിറ്റ് പണമുണ്ടാക്കാമെന്ന പാകിസ്ഥാന്റെ തന്ത്രം അക്ഷരാർത്ഥത്തിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയാണ്. ഇന്ത്യക്കെതിരെ പ്രതിരോധ സഖ്യമുണ്ടാക്കാൻ നടന്നവർക്ക് ഇപ്പോൾ കിട്ടിയത് വലിയൊരു പാഠമാണ്. ഇന്ത്യയുമായി ലോകരാജ്യങ്ങൾക്കുള്ള സാമ്പത്തിക ബന്ധം എത്രത്തോളം വലുതാണെന്ന് പാകിസ്ഥാൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം. സൗദി അറേബ്യയെ പോലുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ വെറും ഒരു സൈനിക വേലക്കാരനായി മാത്രമേ കാണുന്നുള്ളൂ എന്ന സത്യം ഈ സംഭവത്തോടെ വ്യക്തമായി. സ്വന്തമായി ഭക്ഷണമോ വസ്ത്രമോ ഉണ്ടാക്കാൻ വകയില്ലാത്തവൻ അയൽക്കാരൻ്റെ തോക്കെടുത്ത് വിൽക്കാനിറങ്ങിയാൽ എങ്ങനെയുണ്ടാകും? അതുതന്നെയാണ് പാകിസ്ഥാന്റെ കാര്യത്തിലും സംഭവിച്ചത്. സൗദിയുടെ കനിവില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ടു പോകാൻ കഴിയാത്ത പാകിസ്ഥാന് അവരുടെ ആജ്ഞകൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ മറ്റു വഴികളില്ല. ആയുധ കച്ചവടം പോയിട്ട് ഉള്ള കഞ്ഞി കുടിക്കാനുള്ള വക കൂടി ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ വീണ്ടും ഒരു കോമാളിയായി മാറിയിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വലിയ വീരവാദം മുഴക്കുമ്പോഴും സ്വന്തം ഖജനാവ് കാലിയാകുമ്പോൾ റിയാദിലേക്ക് വിമാനം കയറുന്ന ഇസ്ലാമാബാദിലെ ഭരണാധികാരികൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അർഹിച്ച തിരിച്ചടിയാണ്. ഇതിനു മുൻപും പലതവണ പാകിസ്ഥാൻ ഇത്തരത്തിൽ നയതന്ത്രപരമായി വട്ടം കറങ്ങിയിട്ടുണ്ട്. 2015 യമൻ യുദ്ധത്തിൽ പങ്കുചേരാൻ സൗദി ആവശ്യപ്പെട്ടപ്പോൾ സ്വന്തം രാജ്യത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഭയന്ന് ഒഴിഞ്ഞുമാറിയ പാകിസ്ഥാനോട് സൗദി കാണിച്ച വിമുഖത ഇന്നും അവരുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. അന്നു മുതൽ തുടങ്ങിയ വിശ്വാസവഞ്ചനയുടെ നിഴൽ ഇപ്പോഴും പാകിസ്ഥാനെ പിന്തുടരുന്നു. കാശ്മീർ വിഷയത്തിൽ സൗദി അറേബ്യ ഇന്ത്യയെ പിണക്കാതെ മൗനം പാലിച്ചപ്പോൾ നന്ദികേട് കാണിച്ച പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിക്ക് ഒടുവിൽ സൗദിയിൽ ചെന്ന് മാപ്പിരക്കേണ്ടി വന്നതും അവർ നൽകിയ വായ്പ തിരിച്ചു ചോദിച്ചപ്പോൾ ചൈനയുടെ മുന്നിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കേണ്ടി വന്നതും ലോകം പരിഹാസത്തോടെ കണ്ടതാണ്. സുഡാനുമായുള്ള 150 കോടിയുടെ കരാർ നഷ്ടമായത് വെറും ഒരു സാമ്പത്തിക നഷ്ടം മാത്രമല്ല, പാകിസ്ഥാന്റെ ആയുധ വിപണിയുടെ വിശ്വസ്തതയുടെ തകർച്ച കൂടിയാണിത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സൗദി ഒരു ഉത്തരവിട്ടപ്പോൾ സ്വന്തം പൗരന്മാരുടെ പട്ടിണി മാറ്റാൻ ആയുധം വിറ്റ് കിട്ടുന്ന പണം വേണമെന്ന് വാദിക്കാൻ പോലും പാകിസ്ഥാന്റെ നട്ടെല്ലിന് കരുത്തില്ലാതെ പോയി. ഇതിന് സമാനമായ മറ്റൊരു സംഭവം മുൻപ് മലേഷ്യയിൽ നടന്ന ഇസ്ലാമിക് സമ്മിറ്റിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പാകിസ്ഥാനെ സൗദി വിലക്കിയപ്പോഴും ഉണ്ടായി. സ്വന്തം വിദേശ നയം പോലും മറ്റൊരാളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റേണ്ടി വരുന്ന ഒരു രാജ്യം എങ്ങനെയാണ് ഒരു പരമാധികാര രാജ്യമെന്ന് അവകാശപ്പെടുക? ലിബിയൻ സൈന്യവുമായി ഉറപ്പിച്ച $400 കോടിയുടെ കരാറും ഇപ്പോൾ ഇതേ വഴിയിലാണ്. ഇന്ത്യക്കെതിരെ നെറ്റോ മോഡൽ സഖ്യം സ്വപ്നം കണ്ടവർക്ക് സ്വന്തം വീട്ടിലെ അടുപ്പിൽ തീ പുകയ്ക്കണമെങ്കിൽ പോലും സൗദിയുടെ അനുവാദം വേണമെന്ന അവസ്ഥയുമായി. ഇന്ത്യയുമായി വൻകിട നിക്ഷേപങ്ങൾക്കും വ്യാപാരങ്ങൾക്കും സൗദി അറേബ്യ തയ്യാറെടുക്കുമ്പോൾ പാകിസ്ഥാനെ വെറും ഒരു സൈനിക പാർട്ണർ എന്ന നിലയിൽ നിന്നും മാറ്റി നിർത്തി അവഗണനയുടെ കയ്പ് അവർക്ക് നൽകുകയാണ്. ഉള്ളുപൊള്ളയായ സൈനിക വീര്യം കൊണ്ട് നടക്കുന്ന പാകിസ്ഥാന് അവരുടെ ആയുധങ്ങൾ ഇനി സ്വന്തം മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാനേ കൊള്ളൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കടം വാങ്ങി മുടിഞ്ഞ ഒരു രാജ്യം ആയുധം വിറ്റ് പണമുണ്ടാക്കാൻ നോക്കുമ്പോൾ അത് തടയാൻ ആ കടം കൊടുത്തവൻ തന്നെ മുന്നിൽ നിൽക്കുന്നു എന്നത് നയതന്ത്ര ലോകത്തെ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഒരു രാജ്യം എങ്ങനെയാകരുത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി പാകിസ്ഥാൻ ഇന്ന് മാറിക്കഴിഞ്ഞു. സ്വന്തം ജനതയ്ക്ക് ഒരു നേരം വയറു നിറയെ ആഹാരം നൽകാൻ വകയില്ലാത്തവൻ ലോകം മുഴുവൻ ആയുധം വിറ്റ് വിപ്ലവം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ
പരിണത ഫലമാണ് ഇപ്പോൾ സുഡാനിലും ലിബിയയിലും നാം കാണുന്നത്. ഈ ആയുധ കച്ചവടം നഷ്ടപ്പെട്ടതിലൂടെ പാകിസ്ഥാൻ വെറും ഒരു സാമ്പത്തിക തകർച്ചയല്ല നേരിടുന്നത്, അവർ ഒരു പരമാധികാര രാഷ്ട്രമേ അല്ല എന്ന സത്യമാണ് ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടിരിക്കുന്നത്. അന്നം തരുന്നവൻ്റെ കൈക്ക് കടിക്കരുത് എന്ന ലളിതമായ പാഠം പാകിസ്ഥാൻ മറന്നുപോയി. സൗദി നൽകുന്ന പണം കൊണ്ട് മാത്രം കഞ്ഞി കുടിച്ചു പോകുന്ന ഒരു രാജ്യം അതേ സൗദിയെ മറികടന്ന് അന്താരാഷ്ട്ര തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിച്ചത് അവർക്ക് തന്നെ തിരിച്ചടിയായി. ഇന്ത്യയെ എതിർക്കാനും കശ്മീർ വിഷയത്തിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ നേടാനും വേണ്ടി പാകിസ്ഥാൻ നടത്തിയ എല്ലാ നാടകങ്ങളും ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. സൗദി അറേബ്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഇന്ന് ഇന്ത്യ എന്നത് തള്ളിക്കളയാൻ പറ്റാത്ത സാമ്പത്തിക ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പിണക്കിക്കൊണ്ട് പാകിസ്ഥാനെ താങ്ങാൻ അവർ ഇനി തയ്യാറാവില്ല. പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ആയുധങ്ങൾ സുഡാനിലേക്കോ ലിബിയയിലേക്കോ പോയാൽ അത് ലോക സമാധാനത്തിന് ഭീഷണിയാകുമെന്ന് സൗദിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സൗദി ഈ പാരവണിഞ്ഞത്. ഇനി പാകിസ്ഥാൻ എങ്ങോട്ട് പോകും എന്നതാണ് ചോദ്യം. ചൈനയുടെ മുന്നിൽ മുട്ടിലിഴഞ്ഞാലും സൗദിയുടെ മുന്നിൽ കൈനീട്ടിയാലും അവരുടെ ഗതികേടിന് അറുതിയുണ്ടാകില്ല. സ്വന്തം രാജ്യത്തെ ഭീകരവാദികളെ വളർത്തുന്നതിനും ആയുധങ്ങൾ വാരിക്കൂട്ടുന്നതിനും പകരം ജനങ്ങളുടെ പട്ടിണി മാറ്റാനാണ് അവർ ശ്രമിക്കേണ്ടിയിരുന്നത്. സുഡാനിലെ 150 കോടിയുടെ കരാറും ലിബിയയിലെ 400 കോടിയുടെ കരാറും നഷ്ടമായത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ്. പാകിസ്ഥാൻ എന്ന രാജ്യം നേരിടുന്ന ഈ ഗതികേടിന് പിന്നിൽ ദശകങ്ങളായുള്ള അവരുടെ നട്ടലില്ലാത്ത നയതന്ത്രത്തിന്റെ കഥയുമുണ്ട്. സ്വന്തം രാജ്യത്ത് ഗോതമ്പിനും വൈദ്യുതിക്കും വേണ്ടി ജനങ്ങൾ തെരുവിൽ യുദ്ധം ചെയ്യുമ്പോൾ ഇസ്ലാമാബാദിലെ ഭരണാധികാരികൾ ആയുധം നിർമ്മിച്ച് ലോകത്തിന് വിൽക്കാൻ നടക്കുന്നത് തന്നെ വലിയൊരു വിരോധാഭാസമാണ്. സൗദി അറേബ്യയെ വെറും ഒരു ATM മെഷീനായി മാത്രം കണ്ട പാകിസ്ഥാന് ഇപ്പോൾ അതേ സൗദി തന്നെ 8ന്റെ പണി കൊടുത്തപ്പോൾ അന്താരാഷ്ട്ര വേദിയിൽ അവർക്ക് മറുപടിയില്ലാതെയായി. ഇതിനു മുൻപ് കാശ്മീർ വിഷയത്തിൽ സൗദിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ OIC ഇന്ത്യക്കെതിരെ നിലപാടെടുക്കാത്തതിൽ പ്രകോപിതനായി മുൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷി നടത്തിയ പ്രസ്താവന സൗദിയെ ചൊടിപ്പിച്ചിരുന്നു. അന്ന് പാകിസ്ഥാന് നൽകിയ വായ്പ സൗദി ഉടൻ തിരിച്ചു ചോദിക്കുകയും ഒടുവിൽ ചൈനയുടെ മുന്നിൽ കൈനീട്ടി ആ പണം വാങ്ങി സൗദിക്ക് കൊടുത്ത് തടിയൂരേണ്ടി വന്നതും ലോകം കണ്ടതാണ്. അറബ് ലോകത്ത് തങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന പാകിസ്ഥാന്റെ മുഖത്തേറ്റ മറ്റൊരു പ്രഹരമായിരുന്നു ക്വാലാലംപൂർ ഉച്ചകോടി. സൗദി അറേബ്യയെ ഒഴിവാക്കി മലേഷ്യയുടെയും തുർക്കിയുടെയും നേതൃത്വത്തിൽ നടന്ന ആ യോഗത്തിൽ പങ്കെടുക്കാൻ പോയ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ സൗദി ഒരു ഫോൺ കോളിലൂടെ വിരട്ടി തിരിച്ചയച്ചത് അവരുടെ പരമാധികാരം എത്രത്തോളം പരിമിതമാണെന്നുള്ളത് തെളിയിച്ചു. ഇന്ന് സുഡാനുമായും ലിബിയയുമായും അവർ ഉറപ്പിച്ച കോടികളുടെ കരാർ തകർന്നു വീഴുമ്പോൾ അത് പാകിസ്ഥാന്റെ സാമ്പത്തിക അടിത്തറയും മാത്രമല്ല അവരുടെ സൈനിക വ്യവസായത്തിന്റെ വിശ്വാസത്തെ കൂടിയാണ് ഇല്ലാതാക്കുന്നത്. പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ആയുധങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കയ്യിലെത്തുമോ എന്ന ഭയം ലോക രാഷ്ട്രങ്ങൾക്കുമുണ്ട്. ഈ ആശങ്ക സൗദി അറിയിച്ച യൂറോപ്യൻ രാജ്യങ്ങളുടെ നീക്കം കൃത്യമായിരുന്നു. സ്വന്തം വീട്ടിലെ പട്ടിണി മാറ്റാൻ വകയില്ലാത്തവൻ അയൽ രാജ്യത്തിന്റെ തർക്കത്തിൽ തോക്കെടുത്ത് കൊടുക്കാൻ നിൽക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് സൗദി തിരിച്ചറിഞ്ഞു. ഇന്ത്യയുമായി സൗദി അറേബ്യ ഇന്ന് പുലർത്തുന്ന തന്ത്രപരമായ പങ്കാളിത്തം പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. ഇന്ത്യയുടെ സാമ്പത്തിക കരുത്തും ജനാധിപത്യ മൂല്യങ്ങളും തിരിച്ചറിയുന്ന സൗദി പാകിസ്ഥാൻ എന്ന പരാജയപ്പെട്ട രാഷ്ട്രത്തെ ഇനി എത്ര കാലം താങ്ങുമെന്ന ചോദ്യം പ്രസക്തമാണ്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുമായി സംയുക്ത അഭ്യാസങ്ങളും കരാറുകളും നടത്തുന്ന സൗദിക്ക് പാകിസ്ഥാന്റെ ഇത്തരം തരംതാണ ആയുധ കച്ചവടങ്ങൾ വെറും തലവേദന മാത്രമാണ്. സുഡാനിലെ 150 കോടിയുടെ കരാർ നഷ്ടപ്പെട്ടതോടെ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ലേബലിൽ വരുന്ന ആയുധങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ഒരു വിലയുമില്ലെന്ന് ഉറപ്പായി. സ്വന്തം വിധി നിർണ്ണയിക്കാൻ പോലും കെൽപ്പില്ലാത്ത കടം തരുന്നവന്റെ വിരൽത്തുമ്പിൽ നൃത്തം ചെയ്യുന്ന ഒരു പാവയായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഈ ആയുധ കച്ചവടം മുടങ്ങിയത് സാമ്പത്തിക നഷ്ടം മാത്രമല്ല, പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പദവിക്ക് മേൽ വീണ കനത്ത ആഘാതം കൂടിയാണ് വ്യക്തമാക്കുന്നത്. പാകിസ്ഥാന്റെ ഈ അവസ്ഥ നയതന്ത്ര ലോകത്തെ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായി ചരിത്രം അടയാളപ്പെടുത്തും. ഇനിയെങ്കിലും സ്വന്തം പിഴവുകൾ തിരുത്തിയില്ലെങ്കിൽ ലോക ഭൂപടത്തിൽ പാകിസ്ഥാൻ വെറും ഒരു കടലാസ് പുലിയായി മാത്രം അവശേഷിക്കുമെന്നതിൽ സംശയമില്ല. ഈ തിരിച്ചടി അവർ ചോദിച്ചു വാങ്ങിയതാണ്. പാകിസ്ഥാൻ ആയതുകൊണ്ട് മാത്രം ഇതിൽ നിന്ന് പാഠം പഠിക്കാൻ പോലും അവർക്ക് കഴിയില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.